ജഗന്നാഥൻ അബോധാവസ്ഥയിലാണെങ്കിലും വളരെ ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. അത് പറയാനാ രാജുവിനോട് നേരിട്ട് വരാൻ പറഞ്ഞത്. ഡോൺ വറി, അത് പോട്ടെ. ജഗന്റെ കാര്യത്തില് ആ കോമ സ്റ്റേജ് മാറിയിട്ടുണ്ട്. വളരെ സന്തോഷം ഡോക്ടർ. നമുക്ക് പ്രതീക്ഷ നൽകുന്ന വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താ ഡോക്ടർ? ബോധത്തോടെ അല്ലെങ്കിലും ജഗൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ് ഡോക്ടർ. സംസാരിക്കുന്നത് എന്താണെന്ന് മാത്രം നമുക്ക് ക്ലിയർ അല്ല. എന്തായാലും നമുക്ക് ആശ്വസിക്കാം രാജു. ഇതൊരു നല്ല സൂചനയാണ്. ഞാൻ എന്തായാലും ഇന്ന് രാത്രിയായാലും അങ്ങോട്ട് വരാൻ നോക്കാം. ശരി രാജു. ഈ വിവരം ഇപ്പൊ തന്നെ ഋതുവിനോട് പറയണോ? അച്ഛനാണല്ലോ. അച്ഛാ. മോനെ, നീ ഇപ്പൊ എവിടെയാടാ? ഞാൻ ഋതുവിന്റെ വീട്ടിലുണ്ട്. എടാ, വലിയ തിരക്കില്ലെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാവോ? വരാലോ അച്ഛാ. അച്ഛാ, എന്താ കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ ടെൻഷനൊന്നും ആവണ്ട. എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് എന്തിനമ്മേ? അങ്ങനെ ഒരാളെ എനിക്കും വേണ്ട. ഈ ഡിവോഴ്സിന് ഞാൻ തയ്യാറാ. ശ്രീ. ശ്രീ, എല്ലാം പ്രതിസന്ധിയിലാണല്ലോ മോനെ. അതെ അച്ഛാ, ഞാനും വല്ലാത്ത ടെൻഷനില്ല. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞായിരുന്നോ? ഇല്ല. ഞാൻ പറയാം. മാഡം അവിടെ വന്നത് നന്നായി മോനെ. പക്ഷെ പ്രതികരിച്ച് നിൽക്കാതിരുന്നതാ അവർക്ക് വെച്ച് തെറ്റ്. അച്ഛാ, ഈ ഋതുവും എന്നോട് അകൽച്ചയില്ല. അതെന്താ? ചെറിയൊരു സൗന്ദര്യപ്പിണക്കോ? അതൊക്കെ മാറൂടാ, എല്ലാം ശരിയാവും. നീ സമാധാനായിട്ട് നിൽക്ക്. എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ. ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാനും ഇവരും തമ്മിൽ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇവന് ഉറക്കവുമില്ലേ? മനസ്സിനെ തീ പിടിച്ചിട്ട് ഭൂമി കിടന്ന് വട്ടം കറങ്ങുക. ഈ അവസരം മുതലെടുക്കണം. സംയുക്തയെ ചുമതലപ്പെടുത്താം. ഹലോ, ഞാനാ സംയുക്ത, അംബിക. സംയുക്ത? എന്താ അംബികേച്ചി? ഋതികയെ പുറത്താക്കിയ ശേഷേ ഇവിടെ ഉണ്ടായ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. എന്നാ ഞാൻ പറയാം. നീ കൂടെ അറിയണമല്ലോ. എന്തായാലും പ്രതാപന്റെ പെണ്ണായി നീയും ഈ വീട്ടിലേക്ക് വരേണ്ടതല്ലേ? അത് ശരി. ചേച്ചി വിളിച്ചത് എന്തിനാണെന്ന് പറയൂ ചേച്ചി. അതെ, ഇവിടെ നടന്ന കാര്യം എന്താന്ന് ഞാൻ ആദ്യം പറയാം. ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചേച്ചി പറയുന്നത്? നീ എന്ത് ചെയ്യണമെന്നോ? എടി, പ്രതാപൻ നിന്റെ ആരുമല്ലേ. നീ അവനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കണം.
അവന്റെ കൂട്ടിലടിച്ച വെരികിനെ പോലെ മുറി കിടന്ന് വട്ടം കറങ്ങുക. അവന് ഭ്രാന്ത് പിടിക്കുന്നതിന് മുൻപ് നീ അവനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കടി. വേഗം വേണം കേട്ടോ. വർമ്മ സാറ് വളരെ നല്ല മനുഷ്യൻ. എനിക്ക് അദ്ദേഹത്തോട് ആദരവും ഉണ്ട്. അതുകൊണ്ട് ഒന്ന് വിളിച്ചേക്കാം. അത് ശരി, അവരെ വിളിച്ചു. വേറെന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? പവിത്ര സിസ്റ്ററോ? പവിത്ര സിസ്റ്ററോ? അവരെ വിളിച്ചത് സംയുക്തന്നല്ലേ? ഹലോ സാർ, സാർ വലിയ ടെൻഷനിലാണെന്ന് അമ്പിയ ചേച്ചി വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ വിളിച്ചേ. ആ, ഇവിടെ ചില പ്രശ്നങ്ങളാ. ആകെ ഒരു അസ്വസ്ഥത സിസ്റ്ററെ. സാറ് വിഷമിക്കാതെ. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ചില ഇൻസിഡന്റുകൾ ഓർത്താൽ എനിക്ക് ഭ്രാന്തായേക്കാവുന്ന ചില ജീവിത ദുരന്തങ്ങൾ. കണ്ണീരും വേദനയും അപമാനവും നിറഞ്ഞ ഒരു ഭൂതകാലം